നാളെ ദിവസം ഗൂഗിൾ മാപ്പിനെ പറ്റി, അതായത് മാപ്പ് ആപ്ലിക്കേഷനെ പറ്റി എന്തോ ഒരു കാര്യം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പം വണ്ടി ഓടിക്കാത്ത ആരുമില്ല, എല്ലാവരും ഓടിക്കുന്നുണ്ട്. ശരിയാണ്, വണ്ടി ഓടിക്കാത്ത പോലെ ആരുമില്ല, എല്ലാവർക്കും വണ്ടി ഓടിക്കുന്നുണ്ട്. ഒന്നിക്കുക സ്വന്തം വണ്ടിയില്ല, ആരാൻ്റെ വണ്ടിയില്ല, ടാക്സി വണ്ടി, എന്തെങ്കിലും ഒരു വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി സംഭവം മനസ്സിലാക്കില്ല. വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുക. ചിലർക്ക് ഞങ്ങളെ നാട്ടിലെ ഭാഷ തിരിയല. അങ്ങനെ തിരിയാത്ത പോലെ ആരെയുണ്ടെന്ന് കമൻറ്റ് എഴുതിയിട്ടാൽ മതി, നമുക്ക് തിരിയുന്ന രീതിയിൽ പറയാം. അങ്ങനെ ഏച്ച് കെട്ടി പറയണമെന്ന് ആകില്ലാന്ന് ആകുന്ന രീതിയിൽ അങ്ങ് പറയുക. പിന്നെ അതടക്കട്ടെ. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നൊലിക്ക് അങ്ങനെ തന്നെ പറയാം. പിന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് നമ്മൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുക, ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുക. വെറുതെ ഉദാഹരണം പറയാന്ന്, ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല, ഞാൻ ഇവിടെ കുത്തിരിഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. പിന്നെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് വിചാരിച്ചങ്ങൾ, എനിക്കറിയാം ഞാൻ പോകുന്ന സ്ഥലത്ത് നെറ്റ് കിട്ടുകയില്ല, ഇൻ്റർനെറ്റിൽ ഒന്നിക്ക് നെറ്റ് കിട്ടിയാൽ അല്ലെ റേഞ്ച് കുറവാന്ന് എന്തെങ്കിലും പ്രശ്നം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മാപ്പ് എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പം വണ്ടി ഓടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ മാപ്പ് നോക്കിയിട്ടാണ്. ഒരാൾ ഒരുത്തനോട് വഴി ചോദിക്കുന്നൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അവിടെ വെക്കും. അതിൽ നിന്നൊരു പെങ്കൊച്ച് ഇങ്ങനെ ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും, നേരെ പോടുന്നു ഇങ്ങനെ പറഞ്ഞു റെഡി സ്ഥാനത്ത് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അതിനെക്കൊണ്ട് വളരെ എളുപ്പമാണ് ഇപ്പോൾ എവിടെയും പോകാൻ. എന്നാൽ നെറ്റില്ലാത്ത സ്ഥലത്ത് ഇത് ഉപയോഗിക്കാനാകില്ല, നെറ്റ് ഉണ്ടെങ്കിലേ ഉപയോഗിക്കാനാവും. അപ്പോൾ നെറ്റില്ലാത്തടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനെന്ത് ചെയ്യണോ? ആദ്യം നിങ്ങൾ വീഡിയോൻ്റെ താഴേക്കൊന്ന് നോക്കുക, അവിടെ ചുവന്ന ഒരു എഴുത്തുണ്ടോ നോക്കട്ടെ. സബ്സ്ക്രൈബിൻ്റെ ചുവന്ന എഴുത്തുണ്ടെങ്കിൽ ഒന്നായെങ്കിലും എല്ലാം അങ്ങ് ഞെക്കിയേക്ക്, അതിൻ്റെ ഒപ്പരമുള്ള ബെല്ലും കൂടി അങ്ങ് ഞെക്കിയേക്ക്. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും കാണാൻ വേണ്ടിയിട്ടാട്ടോ, മിസ്സാണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതടക്കട്ടെ, നമുക്ക് മാപ്പ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് സംഭവം നോക്കാം. ഇപ്പം റെഡിയായി തരാം. പപ്പു ചേട്ടൻ പറഞ്ഞിട്ട് ഇപ്പം ശരിയായി തരാമെന്ന്. മാപ്പ് ഓപ്പൺ ചെയ്യാം. മാപ്പ് ഓപ്പൺ ചെയ്താൽ ഞാനിത് നെറ്റ് ഓഫ് ആക്കട്ടെ. നെറ്റ് ഓഫ് ആക്കാൻ അയക്കില്ല, അടക്കട്ടെ. അപ്പോൾ ഈ മാപ്പ് ഓപ്പൺ ആക്കിയാൽ മേലെ ഇടത് ഭാഗത്ത് 3 വര കാണുന്നുണ്ട്. മേലെ 3 വര അതൊന്ന് ഞെക്കിയിട്ട് ലേസം താഴേക്ക് പോയാൽ ഇവിടെ ഓഫ്ലൈൻ മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഓഫ്ലൈൻ മാപ്പ് കാണുന്നില്ലേ? അതും ഒന്ന് കമൻ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ കാണിക്കാം. ഓഫ്ലൈൻ മാപ്പിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള മേലത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ഏരിയയിലാണോ നമുക്ക് പോകേണ്ടത്, അതായത് നെറ്റില്ലാണ്ട് ഏടുന്നാണോ നമുക്ക് മാപ്പ് ഉപയോഗിക്കേണ്ടത്, ആ ഭാഗത്ത് ഒരു ബോക്സ് കാണിക്കും. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എവിടെ പോയി, ഇവിടുത്തെ ഈ ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ളടത്ത് കൊടുക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡൗൺലോഡ് വിൽ ബി യൂസ് 25 MB എന്നുള്ളത്. അത് 25 MB നമ്മുടെ ഫോണിൽ സ്പേസ് ഇത് ചിലവാക്കുന്നതാണ് പറയുന്നത്. ഇത്രയും ഡാറ്റ, ഈ മാപ്പ് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക. അത് പിന്നെ ഡിലീറ്റ് ചെയ്താൽ ഞാൻ മതി. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് 72%, 80%, 100% ഡൗൺലോഡ് ആയി കഴിഞ്ഞ്. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. നെറ്റ് ഓഫ് ആക്കുക. ഇതിപ്പോൾ റൂമ് കുത്തിരിക്കുന്നിടത്ത് കാണിച്ചിരുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഒരു അസൗകര്യം ഉണ്ടാവും, ഒരു ഇത് കുറവൊക്കെ ഉണ്ടാവും. നിങ്ങൾ സംഭവം മനസ്സിലാക്കിയാൽ മതി. ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? നെറ്റ് ഓഫ് ആക്കി. എന്നിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് ഗോ കൊടുക്കുക. ഇവിടെ നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ ഇവിടെ നമ്മളെ ഡയറക്ഷൻ വരും. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മാപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുക. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നെറ്റുള്ള മാപ്പ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഉപകാരമായിട്ടും തോന്നിയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക, ഒരു കമൻറ്റ് ഇട്ടേക്കുക. പിന്നെ നിങ്ങൾക്കിത് മുമ്പേ അറിയാനൊന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അറിഞ്ഞുകൂടാനും ഇപ്പം ഇത് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അറിഞ്ഞുകൂടാത്തവർ വേറെ ഉണ്ടാവും, ഓലിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കലക്കിയില്ലേ? അപ്പോൾ ഇന്ന് ഇത്തിരി ആവട്ടെ, ബാക്കി നമുക്ക് നാളെ ആക്കാം. അതുവരെ നിങ്ങളെ
സ്വന്തം മുത്തുസ് മെപ്പയൂർ, താങ്ക് യു സോ മച്ച്.